ഇപ്പോൾ തന്നെ ഒരു ജനപ്രിയ മിനി ബജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ തലക്കെട്ട് CPIക്ക് വഴങ്ങി CPM എന്നതിനേക്കാൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്ന തലക്കെട്ടിലേക്ക് എത്തിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട്. 1-ാം തീയതി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചല്ലോ, ദാരിദ്ര്യമല്ലാത്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനമൊക്കെ. അപ്പോൾ ആ കാര്യം കൂടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. അപ്പോൾ പിന്നത്തേക്ക് മാറ്റിവെച്ച കാര്യങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തലക്കെട്ട് മാറ്റാൻ ഉള്ള ബുദ്ധി മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തലക്കെട്ട് മാത്രമല്ലല്ലോ, വിഷയം അവിടെ നിൽക്കുകയാണല്ലോ. വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു? ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിരുന്ന നിങ്ങൾ ഉയർത്തിയിരുന്ന ആശങ്കകൾ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഇല്ലാതായത്? ഇപ്പോൾ NEP ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നവർ ഈ 3 വർഷം നിങ്ങൾക്കത് പ്രശ്നമാവുകയും 6 മാസം മാത്രം തെരഞ്ഞെടുപ്പ് ഉള്ളപ്പോൾ കുട്ടികളുടെ ഭാവി, അയ്യോ എൻ്റെ കുട്ടികൾ എന്ന ചിന്ത വരികയും ചെയ്തതിനെക്കുറിച്ചാണ് സംശയം. അപ്പോൾ അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, ഈ 10,000 കോടിയുടെ അധിക ബാധ്യത വരുന്ന വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ എത്ര സ്ത്രീകൾ ഇതിലേക്ക് വരും ഒക്കെ കണക്കുണ്ടോ ഒന്നും അറിയില്ല. ഒരു വലിയ പ്രഖ്യാപനമൊക്കെ നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം. അപ്പോൾ CPI CPM-നെ തിരുത്തിച്ചു എന്ന തലക്കെട്ട് താഴേക്ക് വരാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും CPI തിരുത്തിച്ചിരിക്കുന്നു. കൂടാതെ CPM-ന്റെ കേന്ദ്ര നേതൃത്വവും ആ തിരുത്തിക്കലിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്.